ഇതാ നോക്കിയേ, നമുക്ക് ഇവിടെ എന്താ ചോദിച്ചിരിക്കുന്നത്? സോൾവ് ഫോർ എക്സ് ടാൻ ഇൻവേഴ്സ് ഓഫ് 2x പ്ലസ് ടാൻ ഇൻവേഴ്സ് ഓഫ് 3x ഈസ് ഈക്വൽ ടു π/4. എക്സിന്റെ വാല്യൂ കണ്ടുപിടിക്കാനാണ് ചോദിക്കുന്നത്. ഇത് രണ്ട് രീതി ചെയ്യാം. ഒരു ജനറൽ മെത്തേഡും ഉണ്ട്, ഇക്വേഷൻ യൂസ് ചെയ്യുന്ന മെത്തേഡും ഉണ്ട്. ഞാൻ രണ്ടും കാണിച്ചു തരാം. കാരണം ചില പ്രോബ്ലംസ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും? നമുക്ക് ഡയറക്റ്റ് ഇക്വേഷൻസ് യൂസ് ചെയ്യാൻ പറ്റാത്തത് വരും. ഇപ്പൊ ഇവിടെ ടാൻ ഇൻവേഴ്സ് ആയതുകൊണ്ട് നമുക്ക് ഡയറക്റ്റ് ഇക്വേഷൻസ് യൂസ് ചെയ്യാം. ഇതുപോലെ സൈൻ ഇൻവേഴ്സ് പ്ലസ് കോസ് ഇൻവേഴ്സ് നമ്മൾ തൊട്ട് മുന്നേ കണ്ട പ്രോബ്ലം ടൈപ്പ് ഒക്കെ വരുവാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? ഈ ജനറൽ മെത്തേഡ് യൂസ് ചെയ്യേണ്ടി വരും. സോ നമുക്ക് ജനറൽ മെത്തേഡിൽ ആദ്യം ഞാനും ചെയ്യാം, പിന്നെ ഇക്വേഷൻ യൂസ് ചെയ്ത് ഡയറക്റ്റ് പെട്ടെന്ന് ചെയ്യുന്നതും കാണിച്ചു തരാം. ഓക്കെ, ഇതാ നോക്കിയേ, നമുക്കറിയാം ടാൻ ഇൻവേഴ്സ് 2x എന്ന് പറഞ്ഞാൽ എന്താ? ഇൻവേഴ്സ് ഫംഗ്ഷൻ തരുന്നത് എന്താ? ഒരു ആംഗിൾ ആയിരിക്കും അല്ലേ? സോ ടാൻ ഇൻവേഴ്സ് 2x എന്ന് പറയുന്നത് ഒരു ആംഗിൾ ആയിരിക്കും. നമുക്ക് പറയാം ടാൻ ഇൻവേഴ്സ് 2x എന്ന് പറഞ്ഞാൽ എന്താ? ഒരു ആംഗിൾ. നമുക്ക് അതിനെ എന്ത് വിളിക്കാം? തീറ്റ എന്ന് വിളിക്കാം. അതുപോലെ ടാൻ ഇൻവേഴ്സ് 3x എന്ന് പറഞ്ഞാൽ എന്താ? അതും ഒരു ആംഗിളാ. ടാൻ ഇൻവേഴ്സ് 3x ഞാൻ വേറൊരു നെയിം വിളിക്കാം. തീറ്റ ആണെങ്കിൽ ഇതിനെ എന്ത് വിളിക്കാം? ഫൈ എന്ന് വിളിക്കാം. ഓക്കെ, സോ നമുക്ക് മനസ്സിലായി ഇത് തീറ്റ പ്ലസ് ഫൈ ഈസ് ഈക്വൽ ടു എന്തെന്ന് കിട്ടി? π/4 എന്ന് കിട്ടി. ഏതോ രണ്ട് ആംഗിൾ, തീറ്റ എന്ന് പറയുന്ന ഒരു ആംഗിളും ഫൈ എന്ന് പറയുന്ന ആംഗിളും കൂടെ ആഡ് ചെയ്തപ്പോൾ എനിക്ക് എന്ത് കിട്ടി? π/4 കിട്ടി. ഞാൻ രണ്ട് സൈഡിലും എന്ത് ചെയ്യാൻ പോകും? ടാൻ എന്ന് പറയുന്ന ഫംഗ്ഷൻ അപ്ലൈ ചെയ്യാൻ പോകും. ഓക്കെ, സോ ടാൻ ഓഫ് തീറ്റ പ്ലസ് ഫൈ ഈസ് ഈക്വൽ ടു ടാൻ π/4. ടാൻ π/4 എത്രടാ? ടാൻ π/4 എന്ന് പറഞ്ഞാൽ എത്ര? അത് 1 ആണെന്ന് നമുക്കറിയാം അല്ലേ? സോ ടാൻ ഓഫ് തീറ്റ പ്ലസ് ഫൈ ഈസ് ഈക്വൽ എന്തെന്ന് കിട്ടി? നമുക്ക് 1 എന്ന് കിട്ടി. ടാൻ ഓഫ് എ പ്ലസ് ബിയുടെ എക്സ്പാൻഷൻ എന്താ? ടാൻ തീറ്റ പ്ലസ് ടാൻ ഫൈ the whole divided by 1 minus tan theta into tan phi is equal to എന്തെന്ന് കിട്ടി? 1 എന്ന് കിട്ടി. ഓക്കെ ആണോ? ഓക്കെ, സോ നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് താണ്ടെ ഈ 1 മൈനസ് ടാൻ തീറ്റ ടാൻ ഫൈ എന്ന് പറയുന്ന സാധനത്തിന് ഞാൻ എന്ത് ചെയ്യാൻ പോവാം? അങ്ങ് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് അപ്പുറത്തോട്ട് കൊണ്ടുപോകാം, റൈറ്റ് ഹാൻഡ് സൈഡിലോട്ട് കൊണ്ടുപോകാം. അപ്പൊ എനിക്ക് എന്ത് കിട്ടും? ടാൻ തീറ്റ പ്ലസ് ടാൻ ഫൈ ഈസ് ഈക്വൽ ടു 1 മൈനസ് ടാൻ തീറ്റ ഇൻറ്റു ടാൻ ഫൈ എന്ന് കിട്ടും. ആണോ? ആണ്. ഇനി ടാൻ തീറ്റ എന്ന് പറഞ്ഞാൽ എന്താ? 2x ആണ്. പ്ലസ് ടാൻ ഫൈ എന്ന് പറഞ്ഞാൽ എന്താ? കണ്ടോ, ടാൻ ഇൻവേഴ്സ് 2x തീറ്റ എന്ന് വിളിച്ചത്. അങ്ങനെയാണെങ്കിൽ ടാൻ തീറ്റ എന്ന് പറഞ്ഞാൽ എന്താ? 2x വരും. ടാൻ ഫൈ എന്ന് പറഞ്ഞാൽ എന്താ? 3x വരും. ഈസിക്കൽ ടു 1 മൈനസ് ടാൻ തീറ്റ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? 2x ഇൻറ്റു ടാൻ ഫൈ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? 3x. ഓക്കെ ആണോ? ഓക്കെ, സോ ഇതിൽ നിന്ന് എഴുതാൻ പറ്റും. കണ്ടോ, ടാൻ തീറ്റ ഈസിക്കൽ എന്ന് എഴുതാം, 2x എന്ന് എഴുതാം. ഇതിൽ നിന്ന് എഴുതാൻ പറ്റും ടാൻ ഫൈ ഈസിക്കൽ എന്ന് എഴുതാൻ പറ്റും, 3x എന്ന് എഴുതാൻ പറ്റും. ഓക്കെ, സോ 2x പ്ലസ് 3x 5x ഈസിക്കൽ ടു 1 മൈനസ് 6x സ്ക്വയർ. നമുക്കിത് എല്ലാം ഒരു സൈഡിലോട്ട് കൊണ്ടുവരാൻ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ അല്ലയോ? 6x സ്ക്വയർ പ്ലസ് 5x മൈനസ് 1 ഈസിക്കൽ ടു 0. സോൾവ് ചെയ്യാം. എക്സിന് x ഈസിക്കൽ ടു മൈനസ് ബി പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് ബി സ്ക്വയർ. ബി സ്ക്വയർ എന്ന് പറയുമ്പോൾ 5 സ്ക്വയർ 25. ബി സ്ക്വയർ മൈനസ് 4 ഇൻറ്റു എ ഇൻറ്റു സി. 4 ഇൻറ്റു എ എത്ര? 6. 4 ഇൻറ്റു 6 എത്ര? 4 ഇൻറ്റു 6 ഇൻറ്റു സി എത്ര? -1. സോ ഇതെന്താവും? പ്ലസ് ആവും. ദ ഹോൾ ഡിവൈഡഡ് ബൈ എന്തുകൊണ്ട്? 2a ഉണ്ട്. സോറി, 2a. 2a എന്ന് പറയുന്നത് എത്ര? a എന്ന് പറയുന്നത് 6. a എന്ന് പറയുന്നത് 6. സോ 2 ഇൻറ്റു 6 എന്താവും? 12 ആവും. ക്വാഡ്രാറ്റിക് ഇക്വേഷൻ സോൾവ് ചെയ്തു. ക്വാഡ്രാറ്റിക് ഇക്വേഷൻ സോൾവ് ചെയ്തു. ഓക്കെ, വിച്ച് ഈസ് ഈക്വൽ ടു നോക്കിയേ, -5 പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് 25 പ്ലസ് എത്ര? 24. 25 പ്ലസ് 24 എത്ര? 25. 49 എന്ന് കിട്ടും. 49ന്റെ റൂട്ട് എടുക്കുമ്പോൾ എന്ത് കിട്ടും? 7 എന്ന് കിട്ടും. 7 ഡിവൈഡഡ് ബൈ 2 എന്ന് കിട്ടും. അപ്പൊ നമുക്ക് മനസ്സിലായി x ഈസ് ഈക്വൽ ടു ഒന്നുകിൽ എന്താ? -5 പ്ലസ് 7 എത്ര? 7 മൈനസ് 5 എത്ര? 2. 2 ഡിവൈഡ് ബൈ 2 എത്ര? സോറി, 12 അല്ലേ? 2 ഡിവൈഡ് ബൈ 12 1/6 എന്ന് കിട്ടും. അല്ലെങ്കിൽ x ഈസ് ഈക്വൽ ടു -5 മൈനസ് 7 എത്ര? 7 മൈനസ് 12/12 എന്ന് കിട്ടും. -1 എന്ന് കിട്ടും. സോ എക്സിന്റെ വാല്യൂ ഒന്നുകിൽ 1/6 എന്ന് കിട്ടും, അല്ലെങ്കിൽ എന്ത് കിട്ടും? -1 എന്ന് കിട്ടും. സോൾവ് ചെയ്യുമ്പോഴത്തേക്ക്. ഓക്കെ, സോ എക്സിന്റെ വാല്യൂ ഒന്നുകിൽ 1/6 എന്ന് കിട്ടും, അല്ലെങ്കിൽ എന്ത് കിട്ടും? -1 എന്ന് കിട്ടും. നമ്മൾ ഏത് കൊടുക്കും? എക്സിന്റെ വാല്യൂ 1/6 എന്ന് കൊടുക്കുവോ -1 എന്ന് കൊടുക്കുവോ? ഇതാ നോക്കിയേ, നമുക്കറിയാം ഇവിടെ നമുക്ക് മനസ്സിലായി തീറ്റയും ഫൈയും കൂടെ കൂട്ടുമ്പോൾ എന്ത് കിട്ടണം? π/4 കിട്ടണം. തീറ്റയും ഫൈയും കൂടെ കൂട്ടുമ്പോൾ എന്ത് കിട്ടണം? π/4 കിട്ടണം. നമുക്ക് ഇതാ നോക്കിയേ, ഇവിടെ ടാൻ തീറ്റ എക്സിന് -1 കൊടുത്തു കഴിഞ്ഞാൽ ടാൻ തീറ്റ എന്താവും? -2 ആവും. ടാൻ ഫൈ എന്താവും? -3 ആവും. നമുക്കറിയാം ടാനിന്റെ നെഗറ്റീവ് വാല്യൂ കിട്ടുന്നത് എവിടെ? ടാനിന്റെ നെഗറ്റീവ് വാല്യൂ കിട്ടുന്നത് എവിടെ? കണ്ടോ, എക്സിന് -1 ആണ് ഞാൻ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ -1 കൊടുത്തു കഴിഞ്ഞാൽ ഇതെന്താവും? ടാൻ തീറ്റ എന്ന് പറയുന്നത് എന്താവും? -2 ആവും.
ടാൻ 5 എന്ന് പറയുന്നത് എന്താവും -3 ആവും. അതായത് ടാന്റെ വാല്യൂ എന്ത് കിട്ടി നെഗറ്റീവ് കിട്ടി. ടാന്റെ വാല്യൂ നെഗറ്റീവ് കിട്ടുന്ന എവിടേക്കാ ഇതാ നോക്കിയേ ഫസ്റ്റ് ക്വാഡ്രന്റ് എല്ലാവരും പോസിറ്റീവാണ്. സെക്കൻഡ് ക്വാഡ്രന്റിലും ഫോർത്ത് ക്വാഡ്രന്റിലുമാണ് എന്തോന്ന് ടാന്റെ വാല്യൂ നെഗറ്റീവ് വരുന്നത്. അപ്പൊ ആംഗിൾ എന്തായിരിക്കണം ആംഗിൾ ഒന്നെങ്കിൽ സെക്കൻഡ് ക്വാഡ്രന്റ് വരണം കേട്ടോ ഇത്രയും വരണം, അല്ലെങ്കിൽ എന്ത് വരണം ഫോർത്ത് ക്വാഡ്രന്റ് വരണം, അതായത് ആംഗിൾ ഇത്രയും വരണം. ഓക്കെ സോ ഈ സെക്കൻഡ് ക്വാർട്ടറിലും ഫോർത്ത് ക്വാർട്ടറിലും വരുന്ന ആംഗിൾ എന്ന് പറയുന്നത് ഉറപ്പായിട്ടും എന്തായിരിക്കും 90ക്ക് മുകളിലായിരിക്കും. അപ്പൊ 90ക്ക് മുകളിലുള്ള രണ്ട് ആംഗിളുകൾ കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും എന്ത് കിട്ടത്തില്ല π/4 കിട്ടത്തില്ല. സോ തീറ്റയും ഫൈയും ഒന്നും എന്താവാൻ പാടില്ല 90ക്ക് മുകളിലുള്ള ആംഗിൾസ് ആവാൻ പാടില്ല. അപ്പൊ ഉറപ്പായിട്ടും ടാൻ തീറ്റയുടെയും ടാൻ ഫൈയുടെയും വാല്യൂ എന്തായിരിക്കണം പോസിറ്റീവ് വാല്യൂസ് ആയിരിക്കണം. ഓക്കെ സോ ടാൻ തീറ്റ പോസിറ്റീവ് ആണ്, ടാൻ ഫൈ പോസിറ്റീവ് ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് പറയാം അത് എവിടെ കിടക്കുന്ന ആംഗിളാ ഫസ്റ്റ് ക്വാഡ്രന്റിലുള്ള ആംഗിൾ ആണെന്ന് നമുക്ക് മനസ്സിലാവും. സോ 1/6 എക്സിന് എന്തേ വരാവും 1/6 വരാവും. കാരണം എക്സിന് 1/6 വന്നു കഴിഞ്ഞാൽ ടാൻ തീറ്റ ഈസിക്കൽ എന്ത് കിട്ടും 1/3 എന്ന് കിട്ടും, അതൊരു പോസിറ്റീവ് വാല്യൂ. ഓക്കെ ടാൻ ഫൈ എന്ത് കിട്ടും 3/6 കിട്ടും, അതായത് 1/2 കിട്ടും, അതും എന്ത് വാല്യൂ ഒരു പോസിറ്റീവ് വാല്യൂ. സോ നമുക്ക് പറയാം നമുക്ക് ടാൻ തീറ്റയ്ക്കും ടാൻ ഫൈക്കും ഏത് വാല്യൂസേ കിട്ടാവും പോസിറ്റീവ് വാല്യൂസേ കിട്ടാവും. എങ്കിലേ ആ രണ്ട് ആംഗിൾസ് എന്താവത്തുള്ളൂ ഫസ്റ്റ് ക്വാഡ്രന്റിൽ കിടക്കുന്ന ആംഗിൾസ് ആണെന്ന് നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ. സോ ഇതിനകത്ത് പോസിബിൾ വാല്യൂ ഏതാ 1/6 ഓക്കെ ആണോ? സോ നമ്മൾ എന്ത് ചെയ്യും ഓപ്ഷൻ എ ആയിരിക്കും തോന്നുന്നു നമ്മുടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. നമുക്ക് ഓപ്ഷൻ വരുമ്പോൾ ഇവിടെ തെറ്റാൻ സാധ്യതയുണ്ട് കേട്ടോ. 1/6 ഓപ്ഷനിലുണ്ട് -1 ഓപ്ഷനിലുണ്ട്. ഏതെടുക്കും നമ്മൾ 1/6 എടുക്കാവും. കാരണം എന്താ നമ്മൾ എക്സിന് -1 ഇട്ട് കൊടുക്കുക. അങ്ങനെയാണെങ്കിൽ ടാൻ തീറ്റ എന്താവും നെഗറ്റീവ് ആവും. അതേപോലെ ടാൻ ഫൈവ് എന്താവും നെഗറ്റീവ് ആവും. സോ ടാന്റെ വാല്യൂ നെഗറ്റീവ് ആയാൽ അതിന്റെ മീനിങ് എന്താ ആംഗിൾ എവിടെ വന്നേക്കോ ഒന്നെങ്കിൽ സെക്കൻഡ് ക്വാഡ്രന്റിലോ അല്ലെങ്കിൽ ഫോർത്ത് ക്വാഡ്രന്റിലോ വന്നേക്കോ. സോ സെക്കൻഡ് ക്വാഡ്രന്റ് വരുന്ന ആംഗിൾ എന്ന് പറഞ്ഞാൽ 90യേക്കാൾ മുകളിലായിരിക്കും. അപ്പൊ 90യേക്കാൾ മുകളിലുള്ള ഏതെങ്കിലും രണ്ട് ആംഗിൾ ആഡ് ചെയ്യുമ്പോൾ കണ്ടോ തീറ്റയും ഫൈയും എവിടെ ആയിരിക്കും 90യേക്കാൾ മുകളിലായിരിക്കും. അങ്ങനെ രണ്ട് ആംഗിൾ ആഡ് ചെയ്യുമ്പോൾ ഇനി എന്ത് കിട്ടത്തില്ല π/4 ഒരിക്കലും കിട്ടത്തില്ല. കാരണം π/4 എവിടെ കിടക്കുക ഫസ്റ്റ് ക്വാഡ്രന്റിൽ കിടക്കുന്ന ആംഗിൾ. സോ ടാൻ തീറ്റയും ടാൻ ഫൈയും ഉറപ്പായിട്ടും എന്തായിരിക്കണം പോസിറ്റീവ് ആയിരിക്കണം. ഓക്കെ സോ നമ്മൾ ഏത് വാല്യൂ സെലക്ട് ചെയ്യും 1/6 എന്ന് പറയുന്ന വാല്യൂ സെലക്ട് ചെയ്യും. ഓക്കെ അല്ലേ? ഓക്കെ മക്കളെ അതുപോലെ ആ ക്വസ്റ്റ്യൻ വേറൊരു ടൈപ്പിൽ ചെയ്യാന്ന് ഞാൻ പറഞ്ഞായിരുന്നു അല്ലേ. ഇതാ നോക്കിയേ ഡയറക്റ്റ് ഇക്വേഷൻസ് യൂസ് ചെയ്ത് ഇക്വേഷൻ യൂസ് ചെയ്ത് ചെയ്യാം. ടാൻ ഇൻവേഴ്സ് എക്സ് പ്ലസ് ടാൻ ഇൻവേഴ്സ് വൈ ഈസ് ഈക്വൽ ടു ദാണ്ട് ഇങ്ങനെ ഒരു ഇക്വേഷൻ ഉണ്ട്. ടാൻ ഇൻവേഴ്സ് ഓഫ് എക്സ് പ്ലസ് വൈ ഡിവൈഡഡ് ബൈ 1 മൈനസ് എക്സ് വൈ. ഓക്കെ സോ ഈ ഇക്വേഷൻ ഡയറക്റ്റ് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ വേണമെങ്കിൽ അപ്ലൈ ചെയ്യാം. നമ്മൾ ഇവിടെ തന്നിരിക്കുന്നത് എന്താ ടാൻ ഇൻവേഴ്സ് 2x പ്ലസ് ടാൻ ഇൻവേഴ്സ് വൈക്ക് പകരം വന്നിരിക്കുന്നത് എന്താ 3x ആയിരുന്നു വന്നിരുന്നത്. വൈക്ക് പകരം വന്നിരിക്കുന്നത് എന്താ 3x ആയിരുന്നു വന്നിരുന്നത് അല്ലേ. സോ നമുക്ക് എന്ത് ചെയ്യാം ഇവിടെ ടാൻ ഇൻവേഴ്സ് ഓഫ് എങ്ങനെ എഴുതാം ഇക്വേഷൻ ഓർത്ത് വെച്ചാണ് ടാൻ ഇൻവേഴ്സ് ഓഫ് 2x പ്ലസ് 3x ഡിവൈഡഡ് ബൈ 1 മൈനസ് 2x ഇൻറ്റു 3x അതായത് 6x² എന്ന് എഴുതാം. ഓക്കെ ആണോ? ഓക്കെ വിച്ച് ഈസ് ഈക്വൽ ടു എന്ത് തന്നിട്ടുണ്ട് π/4 എന്ന് തന്നിട്ടുണ്ട്. കണ്ടോ ടാൻ ഇൻവേഴ്സ് 2x പ്ലസ് ടാൻ ഇൻവേഴ്സ് 3x ഈസ് ഈക്വൽ ടു എന്താ തന്നിരുന്നത് π/4 എന്നാണ് തന്നിരിക്കുന്നത്. നമുക്കറിയാം ടാൻ ഇൻവേഴ്സ് 2x പ്ലസ് ടാൻ ഇൻവേഴ്സ് 3x എനിക്ക് എങ്ങനെ എഴുതാം ടാൻ ഇൻവേഴ്സ് ഓഫ് 2x പ്ലസ് 3x ഡിവൈഡ് ബൈ 1 മൈനസ് 6x² എന്ന് എഴുതാം. ഈ ടാൻ ഞാൻ എന്ത് ചെയ്യാൻ പോകും അപ്പുറം കൊണ്ടുപോകാൻ പോകും. സോ ടാൻ π/4 എന്ന് കിട്ടും 2x പ്ലസ് 3x ഡിവൈഡഡ് ബൈ 1 മൈനസ് 6x² ഈസ് ഈക്വൽ ടു എന്ന് കിട്ടും ടാൻ π/4 എന്ന് കിട്ടും. ഓക്കെ വിച്ച് ഈസ് ഈക്വൽ ടു എന്താ 1. ഇനി നേരത്തെ ചെയ്ത അതേ സ്റ്റെപ്പ് 5x ഈസ് ഈക്വൽ ടു എന്താ ഇതിനെ അപ്പുറം കൊണ്ടുപോയാൽ 1 മൈനസ് 6x² എന്ന് കിട്ടും. നമ്മുടെ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ഫോം ചെയ്യുക സോൾവ് ചെയ്യുക സെയിം മെത്തേഡ്. പക്ഷെ നമുക്ക് ഡയറക്റ്റ് യൂസ് ചെയ്യാനുള്ള ഒരു ഇക്വേഷൻ നമുക്ക് കിട്ടി എന്താ ടാൻ ഇൻവേഴ്സ് എക്സ് പ്ലസ് ടാൻ ഇൻവേഴ്സ് വൈ ഈസ് ഈക്വൽ ടു എന്താ ടാൻ ഇൻവേഴ്സ് ഓഫ് എക്സ് പ്ലസ് വൈ ഡിവൈഡഡ് ബൈ 1 മൈനസ് എക്സ് വൈ. ഈ ഇക്വേഷൻ ഇമ്പോർട്ടന്റ് ആ നിങ്ങൾ ഓർത്തു വെച്ചോ. കാരണം ഈ ഇക്വേഷൻ ഡയറക്റ്റ് യൂസ് ചെയ്ത് ചെയ്യാൻ പറ്റുന്ന കുറെ പ്രോബ്ലംസ് എന്ത് ചെയ്തിട്ടുണ്ട് നമുക്ക് ഈ പറഞ്ഞതുപോലെ NDAക്ക് വന്നിട്ടുണ്ട്, അതേപോലെ കീം എക്സാമിന് വന്നിട്ടുണ്ട്, VITയുടെ എക്സാമിന് വന്നിട്ടുണ്ട്. സോ ഇങ്ങനത്തുള്ള എക്സാമുകൾക്കെല്ലാം എന്ത് ചെയ്തിട്ടുണ്ട്. അതേപോലെ നമ്മുടെ JEE മെയിൻസിനും ഒക്കെ എന്ത് ചെയ്തിട്ടുണ്ട് ഈ മോഡൽ യൂസ് ചെയ്ത് ഈ ഇക്വേഷൻസ് യൂസ് ചെയ്ത് സോൾവ് ചെയ്യാൻ പറ്റുന്ന പ്രോബ്ലംസ് എന്ത് ചെയ്തിട്ടുണ്ട് ധാരാളം വന്നിട്ടുണ്ട്. ഓക്കെ സോ ഈ ഇക്വേഷൻ ഇമ്പോർട്ടന്റ് ആണ് ഓർത്ത് വെച്ചേക്കുക. അപ്പൊ നിങ്ങൾ വിചാരിക്കുക NCERT നിങ്ങൾ ചിലപ്പോൾ എന്ത് ചെയ്യത്തില്ല സ്കൂളിലൊന്നും ചിലപ്പോൾ എന്ത് ചെയ്ത് കാണത്തില്ല ഇക്വേഷൻ പഠിപ്പിച്ച് കാണത്തില്ല. പക്ഷെ നമ്മുടെ NCERTയിൽ ഉള്ള ഇക്വേഷൻ റീപ്രസെന്റ് എഡിഷൻ അല്ല തൊട്ട് മുന്നത്തെ NCERTയിലെ ടെസ്റ്റിൽ ഉള്ള ഒരു മെത്തേഡ് ആണെന്ന് തോന്നുന്നു ഈ ഒരു മെത്തേഡ്. അതുപോലെ തന്നെ നമ്മുടെ NCERTയുടെ നിങ്ങളുടെ റീപ്രസെന്റ് എഡിഷനിലെ മിസ്ലേനിയസ് എടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഈ മോഡൽ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് കാണാൻ പറ്റും അല്ലേ. ഞാൻ പറഞ്ഞില്ലേ NCERT തറവായിട്ട് പഠിക്കുക എന്നുള്ളത് തന്നെയാണെന്ന് തോന്നുന്നു ഇതിനകത്തെ മാർഗം എന്ന് പറയുന്നത്. ഓക്കെ
ഓക്കെ, സോ ഈ ഇക്വേഷൻ ഇമ്പോർട്ടന്റ് ആ, ഓർത്ത് വെച്ചേക്കുക.